വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യരായിരിക്കുന്ന നമുക്ക് അത്ര എളുപ്പവുമല്ല. ഇന്നലെ ഓശാന ഞായറാഴ്ചയായിരുന്നു. ഓശാന ദിവസം മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഓശാനയുടെ ഐതിഹ്യം നമുക്കറിയാം. യേശുക്രിസ്തു യെരുശലേം ദൈവാലയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി പ്രവേശിക്കുകയാണ്. ജനം തങ്ങളുടെ വസ്ത്രങ്ങളും കുരുത്തോലകളും ഒക്കെ വഴിയരികെ ഇടുന്നുണ്ട്. നാം മനസ്സിലാക്കുക, ഒരു വശത്ത് നിലവിളിയുടേതായ ഹോശാന ഹോശാന എന്ന നമ്മെ രക്ഷിക്കണമേ എന്ന ശബ്ദം, മറുവശത്ത് യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. നാം മനസ്സിലാക്കുക, അത് നമ്മുടെ നിലവിളിയിലും അവിടെ ഒരു സന്ദേശം പകരുകയാണ്. കുതിരകളായിരിക്കുന്ന പലർക്കും പ്രവേശിക്കാൻ കഴിയാത്തടുത്താണ് ദൈവം കഴുതക്കുട്ടിയിലൂടെ പ്രവേശിക്കുന്ന എന്ന ഒരു വലിയൊരു സന്ദേശം അവിടെ നൽകുക. തൻ്റെ മക്കൾക്ക് ഒരു രക്ഷ യേശുക്രിസ്തു നൽകിയിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. കഴുതയെ പോലെ ഒരു സമർപ്പണമുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുക എന്നത് നമ്മെ വിശുദ്ധിയുള്ള വ്യക്തികളാക്കി മാറ്റുവാനായി ഇടയാകും. വിശുദ്ധിയിൽ നമുക്ക് സ്വന്തമായി വിശുദ്ധിയിലായിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് ദൈവാശ്രയത്തിലും യേശുവിനോട് കൂടെയുള്ള എത്രത്തോളം നമുക്ക് അടുക്കുവാൻ കഴിയുമോ അത്രത്തോളം നാം അടുക്കുന്നതിലൂടെയാണ് അപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. കുതിരകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്തടുത്ത് കഴുതകളെ ദൈവം തിരഞ്ഞെടുക്കുന്നു, പ്രവേശിപ്പിക്കുന്നു. നാം ഓശാന ഓശാന എന്ന് നിലവിളിക്കുന്നതോടൊപ്പം നാം ഈ ഒരു സന്ദേശം മനസ്സിലാക്കുക. നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിലൂടെ നമ്മിൽ വിശുദ്ധീകരണം വരികയാണ്. താങ്ക് യു.